ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പോർക്ക് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ കുക്കറിൽ വേവിക്കാൻ വെക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് 1 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 5 സബോള നൈസായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നു. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ 2 മീഡിയം സൈസുള്ള തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ വെന്തുടയുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് നന്നായിട്ട് വരട്ടി എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണം. ഞാൻ അത്യാവശ്യം നല്ലതുപോലെ വരട്ടിയാണ് എടുക്കുന്നത്. പിന്നെ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കണം. എത്ര കുരുമുളക് പൊടി ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. പെപ്പർ പോർക്ക് ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുരുമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്താൽ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്താൽ നമ്മുടെ പോർക്ക് കുരുമുളക് ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ വേണമെങ്കിൽ വരട്ടിയെടുക്കാം. ഞാനിങ്ങനെയാണ് വരട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.